സൈലന്റ് വാലിയുടെ ജൈവസമൃദ്ധിയിൽ നിന്ന് തികച്ചും സ്വാഭാവികമായൊരു ജൈവകൃഷിത്തോട്ടം വളർത്തിയെടുത്ത് ഫലപ്രാപ്തിയിലെത്തിച്ച കർഷകനാണ് ബാലകൃഷ്ണൻ നായർ. ഭൂമി മികവാർന്ന വിളവുകൾ നൽകിക്കൊണ്ട് തിരിച്ചും ബാലകൃഷ്ണൻ നായരെ അനുഗ്രഹിച്ചു. നമ്മൾ കുറച്ച് മുന്നേ നമ്മളെ താഴ്ഭാഗത്തൊക്കെ കണ്ട ആ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകതയല്ല ഈ സ്ഥലത്തുള്ള മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെയിൽ വന്ന്, അതായത് മഴ കഴിഞ്ഞിട്ട് എത്ര വെയിൽ വന്നാലും ഉറച്ചു പോവില്ല ഈ മണ്ണ്. കാരണം ഇതിൽ ഉറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ വേരുകൾ നമ്മളിപ്പോൾ കിളച്ച് നോക്കുവാണെങ്കിൽ പോലും ഉറച്ചൊരു പ്രതീതിയല്ല മണ്ണിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അച്ഛൻ ഈ സ്ഥലം വാങ്ങിയിട്ട് ഒരു 15 വർഷമായി. ഞങ്ങളുടെ പേരിലാണ്, എൻ്റെയും ചേട്ടൻ്റെയും പേരിലായിട്ടാണ് ഈ സ്ഥലം വാങ്ങി തന്നത്. അപ്പോൾ ഇതിനകത്തൊരു 15 വർഷമായിട്ട് അതിന് മുന്നേ ഉള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇതിനകത്ത് കൃഷിയൊന്നും ചെയ്യാതെ ഒരു രോഗിയായിരുന്നു. അയാളത് വെറുതെ ഇവിടെ കിടക്കുക മണ്ണ്. അതിനകത്ത് കാട് കയറി കുറേ തെങ്ങ് പണ്ട് പ്ലാന്റ് ചെയ്തിരുന്നു. അതെല്ലാം ഇങ്ങനെ മറ്റേ പന്നിയായിട്ടും വന്യമൃഗങ്ങൾ അങ്ങനെ കളഞ്ഞു. പിന്നെ ഞങ്ങളെടുത്തിട്ടും കാട് വെട്ടി കഴിഞ്ഞിട്ട് ആ കാടിനെ ഒതുക്കി ഒരു വർഷം അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ജൈവാംശം മുഴുവൻ മണ്ണിലേക്ക് ചാടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് ചെയ്തത് നെല്ലായിരുന്നു. നെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഏതാണ്ട് 7 ടണ്ണോളം നെല്ല് കിട്ടി. അത് ഒരുപാടെടുത്ത്. കാരണം ആ നെല്ലിനൊരു അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ആ നെല്ല് കുത്തി അരി കൊണ്ടിട്ട് നമ്മൾ ചോറൊക്കെ വെച്ച് അതിൻ്റെ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം പോലെ മുറിച്ചെടുക്കാമായിരുന്നു. ഈ 10 ഏക്കറിൽ നമ്മൾ മൊത്തമായിട്ട് നെല്ലിട്ടില്ലായിരുന്നു. അത് കാരണം കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ ഒഴിവാക്കിയിട്ടിരുന്നു. ആ ബാക്കിയുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ പറഞ്ഞ ഈ ഒരു 7.5 ടണ്ണോളം നെല്ല്. അപ്പോൾ ആ നെല്ല് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം വാഴ നട്ടു. പിന്നെ 2 വർഷം 3 വർഷം മറ്റുള്ള ഈ ഇടവേളകൾ ചെറുപയർ നട്ടിരുന്നു. ആ ചെറുപയറിന് നല്ല വിളവായിരുന്നു. പിന്നെ കുറേ പച്ചക്കറികൾ, ബീൻസ്, അതായത് വെറുതെ ബീൻസും പയറും നട്ടിട്ട് ബീൻസ് ലാസ്റ്റ്, അതായത് നമുക്കിപ്പം വിറ്റഴിക്കാനൊരു മാർക്കറ്റ് ഇല്ലാത്തൊരവസ്ഥ. ഇവിടുത്തെ പച്ചക്കറി കടകളിലൊക്കെ 5 രൂപ 2 രൂപ ഇതൊക്കെ ഓരോ ചാക്ക് കണക്കിന്, ഇവിടുന്ന് ഒരു ലോഡ് കണക്കിന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയുടെ കൂലി കൊടുക്കാൻ പറ്റാത്ത, കാരണം ആ സമയത്ത് വിലയില്ലായിരുന്നു ആരും എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കോയമ്പത്തൂർ മാർക്കറ്റിൽ കൊണ്ടുപോയി കുറച്ച് കൊടുത്തു, എറണാകുളം മാർക്കറ്റിലേക്ക് കുറച്ച് കൊണ്ടുപോയി. അപ്പോൾ അത് അന്ന് ഒരു ജൈവമാണ് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊന്നും അംഗീകരിക്കും. ഇപ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തൊരു ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ വാങ്ങാൻ ആൾക്കാർ ഒരുപാട്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 8 വർഷം മുന്നേ ഒക്കെ ഈ ജൈവ കൃഷി ചെയ്ത സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക മാർക്കറ്റ് എന്നൊന്നും പറയാനൊന്നും ഇല്ല. കൃത്രിമ വളപ്രയോഗം നടത്തിയാലേ ഇതുണ്ടാകുന്നുള്ളതെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ഈ വാഴക്കൊലകൾ കണ്ടില്ലേ, ഇതിപ്പോൾ അതിനകത്ത് മെയിൻ കൊലകളൊക്കെ വെട്ടിയെടുത്തിട്ട് ഏറ്റവും, അതായത് 4ാം ഗ്രേഡ് മാത്രമാണ് നിൽക്കുന്നത്. അതിപ്പോൾ മൂക്കാത്തതായി. കാരണം ഇപ്പോൾ 3 ദിവസം മുന്നേ ഇതിനകത്തുള്ള കൊലകൾ വെട്ടിപ്പോയതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നിൽക്കുന്ന കൊലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇപ്പോൾ കേട് പിടിച്ചതുണ്ട്. അല്ലാതെ ബാക്കിയുള്ള കൊലകൾ നിങ്ങളിപ്പോൾ ഇതിൽ നിന്നൊരു പഴം തിന്ന് നോക്കിയിട്ട്, ഞാൻ താഴെ അപ്പുറത്ത് വേറൊരാളുടെ ഇപ്പോൾ ഞാൻ തോട്ടത്തിൽ നിന്നുള്ള ഒരു പഴം കൊണ്ട് തന്നു, രണ്ടിൻ്റെ ടേസ്റ്റ് നോക്കി, രണ്ടും രണ്ട് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇതിനകത്ത് ഈ മണ്ണിൽ ഈ ദിവസം വരെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യം, ഒരു തരി രാസവളം ഉപയോഗിച്ചിട്ടില്ല. ഒരു വാഴവിത്ത് മുക്കാനോ അല്ലെങ്കിൽ വാഴച്ചെടിയിൽ ഇടാനോ ഒരു പെസ്റ്റിസൈഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഇവിടെ പലയിടത്തും കളനാശിനി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അവരോടും പറയും, നിങ്ങൾ ഒരു കാരണവശാലും കളനാശിനി ഉപയോഗിക്കരുത്. കളനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3-4 വർഷം വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ സ്ഥിരമായി ഈൽഡ് കിട്ടുന്നതായിട്ടുള്ള തെങ്ങ്, കവുങ്ങ്, ഇതിൻ്റെയൊക്കെ വേര് കംപ്ലീറ്റ് പോയിട്ട് ആ മഞ്ഞൾക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ ഈ അടുത്തുള്ള കർഷകരോട് പറഞ്ഞു. പക്ഷെ അവർ ഒരുപാട് പേര് അല്ലാതെ ആദ്യം ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ദുരിതഫലം അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മണ്ണിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, ആദ്യം ചെറുപയർ കൃഷി ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ ചെറുപയർ, ഇവിടെ ഉണ്ടായിരിക്കുന്ന ചെറുപയറിന് നമ്മൾ നട്ട വിത്തിനേക്കാൾ കൂടുതലായിട്ട് വലിപ്പമുള്ള ചെറുപയർ മണികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കവുങ്ങിനിപ്പോൾ ജൈവാംശം വേണോ ഇതൊന്നും വേണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ മഹാളിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ കവുങ്ങിൽ ഇതടിക്കാറുണ്ട്, ബോഡോ മിശ്രിതം അടിക്കാറുണ്ട്. അതൊരു കീടനാശിനി എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ, അത് ചെയ്യാറുണ്ട്. ബാക്കിയുള്ള ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ ഈ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഇപ്പം നെല്ല്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ വർഷം കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തിന് ശേഷം പിന്നെ നെല്ല് ചെയ്തിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, ഫുള്ളായിട്ടല്ല, എന്നാലും
ആദ്യത്തെ ആ വിളവ് കിട്ടിയില്ലെങ്കിലും മോശമല്ലാത്തൊരവസ്ഥ. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതൽ നമ്മൾ ആ നെല്ലിൻ്റെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. ബാലകൃഷ്ണൻ നായർ തൻ്റെ 5 ഭാഗങ്ങളിലായി കിടക്കുന്ന കൃഷിയിടത്തിൽ തനതു വംശീയ കൃഷിരീതി തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ പറമ്പിൽ ഈ പറമ്പിൽ നല്ല കേട്ടോ, നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം തന്നെ ചെയ്യുന്ന അച്ഛൻ നിഷ്കർഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് വാഴ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വാഴയാണ് മെയിനായിട്ട് ഈ ഇടവിളയായിട്ട് ഇപ്പോൾ കവുങ്ങിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 വർഷം, അതായത് ആദ്യത്തെ 1 വർഷത്തെ കൊല വെട്ടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അണിപ്പം നിന്ന് അതും ഇപ്പോൾ വെട്ടി. ഇനിയിപ്പോൾ ഇതിനകത്തെ തണ്ട്, ഇല ഇതെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഇവിടെ തന്നെ അങ്ങോട്ട് ചേർത്ത് മണ്ണിനോട് ചേർത്ത് അവിടെ പുതയിടുന്ന പോലെ ഇടുവാണ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷം അതങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിനി അടുത്ത എന്തെങ്കിലും ഒരു വിള അതിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് കാണുന്ന ഞാൻ പറഞ്ഞില്ല, ഏതൊരു കർഷകനും ഇത് നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കേണ്ടതായിട്ടും. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒരു വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഉള്ള ആ നൈസർഗികമായിട്ടുള്ള അതിനെ നിലനിർത്തുക മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക്, അതായത് ഈ എന്താ പറയുന്നത്, നമ്മളെ മണ്ണിനെ നശിപ്പിക്കാതെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വിളവ്. കാരണം ഇവിടെ ഈ കവുങ്ങിൻ്റെ തെങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഈ കവുങ്ങും തോട്ടം നമ്മളിപ്പം കവുങ്ങിൻ്റെ അടയ്ക്കാൻ പറിക്കാനൊന്നും ഒന്നും നിൽക്കാറില്ല. ഈ കവുങ്ങും തോട്ടം കൊടുക്കുകയോ ചെയ്യുന്നു. ഈ കവുങ്ങും തോട്ടം കൊടുക്കുന്ന ആൾക്കാർ വന്നിട്ട് കഴിഞ്ഞു ഈ വിളവ് കഴിഞ്ഞ പ്രാവശ്യം മറ്റെല്ലാ തോട്ടത്തിലും കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം കുറവ്, പിന്നെ 2 വർഷം. അപ്പോൾ ഒരേ തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ വർഷം കൂടുതൽ അല്ലെങ്കിൽ അടുത്ത വർഷം കുറവ്, അങ്ങനെ ഒരു സംഭവമില്ല. ആ കിട്ടുന്ന വിളവ് അതേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാന കാരണം നമ്മൾ ഈ ചെയ്യുന്ന രീതിയാണ്. നമ്മളിപ്പോൾ വളം എന്തെങ്കിലും അല്ലെങ്കിൽ രാസവളമാണെങ്കിലും ജൈവവളമാണെങ്കിലും അതിനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ചൂട്ടിക്കൊണ്ടിട്ടിട്ട് അടുത്ത വർഷം നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇത് ഒന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട, നമ്മൾ ഇത് തന്നെ ചെയ്താൽ മതി. തൻ്റെ കൃഷിയിടത്തിലെ ചെരിവാർന്ന പ്രതലത്തെ ചെറിയ തട്ടുകളാക്കി തിരിച്ചും വർഷജലം കൈച്ചാലുകളിലൂടെ കൃഷിയിടത്തിലൂടെ ഒഴുക്കി പടർത്തിയുമാണ് കൃഷി. നമ്മൾ ഈ കാണുന്ന കുഴികൾ, അതായത് നമ്മളിപ്പോൾ ഈ മലയിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇതിന് മുന്നേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോഞ്ഞങ്ങോട്ട് വരുവാണ്. നമ്മുടെ താഴേക്ക് ഒരു പുഴ പോലെ അങ്ങ് വരികയാണ്. ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴികളെല്ലാം നിറഞ്ഞിട്ട് ഈ എക്സസ് ആകുന്ന വെള്ളം, അത് ഈ കുഴികളെല്ലാം നിറഞ്ഞ് മൊത്തം ഭൂമിയിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയാകുന്ന വെള്ളം എന്ത് ചെയ്തു, താഴെ ഒരു കുളമുണ്ട്, ആ കുളത്തിലേക്ക് ഈ എക്സസ് വെള്ളമില്ല. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും പുറത്ത്, അതായത് താഴെ ഒഴുകുന്ന തോട്ടിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ 3-4 മഴ പെയ്തതിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മുടെ ആ കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കുറയില്ല. ഈ വർഷത്തേക്ക് അടുത്ത വരൾച്ച ഇത്തവണ ഉണ്ടായതല്ലേ, അതുകൊണ്ടിട്ട് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ വെള്ളം കുറയാറുണ്ടായിരുന്നു കുളത്തിൽ. ഇത്തവണ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഈ പ്രാവശ്യം എന്തായാലും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് ഏകദേശം ഒരു 3.5 ഏക്കറോളം വരുന്ന കശുമാവൻ തോട്ടം. ഇതിനകത്ത് ഇതിപ്പോൾ നട്ടിട്ട് ഏതാണ്ടൊരു 10 വർഷത്തിന് മുകളിലായി, 13 വർഷത്തോളമായി. ഇതിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഏതാണ്ട് 4.5 ലക്ഷം രൂപ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4 ലക്ഷം രൂപയോളം കശുവണ്ടി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരു വളപ്രയോഗവും ഇത്ര കാലമായിട്ടും, ഇതേ കൂടെ കശുമാവിൽ കൂടെ ഓരോ കൊടി കയറി കിടക്കുന്നുണ്ട്, അതിൻ്റെ വരുമാനം വേറെ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ, ഇവിടുത്തെ ഈ ഏരിയയിൽ ഒരുപാട് കർഷകർ എന്ത് ചെയ്തു, ഈ കശുമാവ് വെട്ടിയിട്ട് റബ്ബറിലേക്ക് മാറി. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ 4.5 ലക്ഷം രൂപ, ഈ 4 ലക്ഷം രൂപയുടെ മുകളിൽ ഈ 3.5 ഏക്കറിൽ നിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളിതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്, ആകെ ഓരോ ദിവസവും വന്നിട്ട് ഈ കശുവണ്ടി പെറുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇതിലേക്ക് ചെയ്തില്ല. 13-13.5 വർഷത്തോളം മുന്നേ നട്ടിരിക്കുന്ന ഈ ഒരു കശുവണ്ടി, ഓരോ കശുവണ്ടി അയിലേലും കുഴിച്ചിട്ടു. ഇന്നത്തെ കാലത്താണ് പ്ലാറ്റ്ഫോം പെട്ടു, അന്ന് അതുമില്ല, വെറുതെ കുഴിച്ചിടുക, കാട് ഓടിച്ചിട്ട് അതിനിടയ്ക്കൂടെ ഓരോന്ന് കുഴിച്ചിടുക മാത്രമാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ഒരു വരുമാനം എന്ന് പറയുമ്പം ഇവിടെ ഇപ്പോൾ ഇനി കശുമാവുള്ള ഏതാനും വളരെ കുറച്ച് കർഷകർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ബാക്കി എല്ലാവരും കശുമാവിനെ വെട്ടിക്കളഞ്ഞത് ചിലർ വിറകിന് വേണ്ടി മാത്രം വെട്ടി. ഇപ്പോൾ ഈ വർഷം നമ്മുടെ പറമ്പിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ആദായമാണ് ഈ കശുമാവിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ കുരുമുളകാണെങ്കിലും കുരുമുളക് നിറയെ എല്ലാത്തിലും തന്നെ ഇപ്പോൾ കുരുമുളക് കയറിയിട്ടുണ്ട്. ആ കുരുമുളകിൽ നിന്ന് കിട്ടുന്നത് ഇതിന് പുറമേ ഉള്ളൊരു വരുമാനമാണ്. മലഞ്ചെരിവുകളെ പോലും നല്ല ഫലം തരുന്ന ജൈവ വിളഭൂമിയാക്കാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച യഥാർത്ഥ കർഷകനാണ് ബാലകൃഷ്ണൻ നായർ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ ചെരിഞ്ഞ പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോലെ, ആ പ്ലാറ്റ്ഫോമിൽ കൂടെ 1 മീറ്റർ സ്ക്വയറിലുള്ള കുഴികൾ, 1 മീറ്റർ സ്ക്വയറിലുള്ള കുഴികളിൽ അതിൽ ഇപ്പം നമ്മൾ 2 വാഴ വിത്ത്, അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ വാഴയുടെ തടയെന്ന് അടർത്തിയെടുക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ
യോജിക്കുന്ന രീതിയിൽ വാഴ വിത്ത് വെക്കുന്നു. അങ്ങനെ വരുമ്പോൾ കൊല രണ്ടും ഓപ്പോസിറ്റായിട്ട് വരും. അതായത് നമ്മൾ വാഴത്തടയെന്ന് അടർത്തിയെടുക്കുന്ന ഭാഗം തമ്മിൽ മുഖത്തോട് മുഖം നിൽക്കുന്ന രീതിയിൽ വാഴ വെച്ച് കഴിയുമ്പോൾ കൊലകൾ എതിർഭാഗത്തേക്ക് കൊലയ്ക്കും. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കുഴികൾ കുഴിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നനയാണെങ്കിലും നമ്മൾ വളമിടുന്നതായാലും ഒരു കുഴിയിൽ ചെയ്താൽ മതി. അതായത് 2 വാഴയ്ക്കും കൂടെ ഒരു കുഴിയിൽ, അതായത് അതിലിപ്പോൾ അത് 2 എന്നുള്ളത് 3 വാഴയായാലും വിളവിൽ വലിയ മാറ്റം വരുന്നില്ല. ഇവിടെ എന്ന് പറയുന്ന മറ്റുള്ള വിളകളുടെ ഇടയിലൂടെ, അതായത് മറ്റേ കവുങ്ങുണ്ട്, കുരുമുളകുണ്ട്, തെങ്ങുണ്ട്, ഇതിൻ്റെ ഇടയിലായതുകൊണ്ടാണ് നമ്മൾ ഈ 2 എണ്ണം ആക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കുഴിയിൽ 3 എണ്ണം വെച്ചാലും മറ്റേ വിളവിൽ കുറവ് വരുന്നില്ല. ഇത് നമ്മളിങ്ങനെയുള്ള ചെരിഞ്ഞ പ്രദേശത്ത് ഇങ്ങനെയുള്ള ഈ കൃഷിയിൽ ഇപ്പോൾ നമ്മൾ 3 വർഷമായിട്ട് നമ്മളിപ്പോൾ ഈ ഈൽഡ് എടുക്കാൻ തുടങ്ങിയത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് ഉറപ്പിച്ച് പറയാം, മറ്റുള്ള കർഷകരോട് നമുക്ക് ഉറപ്പിച്ച് പറയാം, ഈ ഒരു മെത്തേഡ് നിങ്ങൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെച്ചം. കാരണം ഈ കുഴികൾ നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വിളകൾക്ക് അടുത്ത ഒരു 7-8 മാസത്തേക്ക് അടുത്ത വേനൽ വന്നാൽ പോലും നമുക്ക് ഇതിനകത്തൊരു മഴക്കുഴി പോലെ, ഇതൊരു മഴക്കുഴിയാണ് യഥാർത്ഥത്തിൽ. ഈ മഴക്കുഴിയിലാണ് നമ്മളിപ്പോൾ മറ്റേ വാഴ വെച്ചിരിക്കുന്നത്. ഈ വാഴ നമുക്ക് നമ്മുടെ കൃഷിക്ക്, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറമ്പിൽ എപ്പോഴും, അതായത് ഈ ജലത്തിൻ്റെ അംശം കുറയാതെ ഈ ഈർപ്പം എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്തോട്ട് വീഴുന്ന കരികിലും കൂടി ആയി കഴിയുമ്പോൾ ഈ ഒരു നനവ് എപ്പോഴും അങ്ങനെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കൃഷിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൃഷിയാണെങ്കിലും നല്ലൊരു ലാഭമുള്ള കൃഷിയാണ്. പിന്നെ കമുക് കൃഷി നല്ല ആദായമുള്ള ഒരു കൃഷിയാണ്. പിന്നെ തെങ്ങിൻ്റെ ആണെങ്കിലും ഒക്കെ എല്ലാത്തിനും അത്യാവശ്യം കുരുമുളക് നല്ല ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഇടവിളയാണ് കുരുമുളകിന് അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. കൃഷിയൊന്നും ഒരിക്കലും ഒരു പരാജയമാകുന്നില്ല. നല്ല രീതിയിൽ പണിയെടുത്താൽ നല്ലൊരു ആദായം ഉണ്ടാകും. നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം മണ്ണൊക്കെ ഉള്ളവർ, ഇല്ലാത്തവർ പാട്ടത്തിനെടുത്തായാലും കൃഷി ചെയ്ത് മുതലാകുന്നുണ്ട്. കൃഷി ദോഷമൊന്നുള്ള കാര്യമല്ല. മണ്ണിനെ പിഴിഞ്ഞ് വർദ്ധിത മാനത്തിൽ സമ്പാദനം എന്ന ലക്ഷ്യം മറികടക്കുന്നത് കാണാൻ നായരുടെ ജൈവകൃഷിത്തോട്ടത്തിൽ എത്തിയാൽ മതി.